Good morning students, welcome to EduLine. So നമ്മുടെ നെക്സ്റ്റ് പോർഷൻ ആണ് ഡെറിവേഷൻ ട്രീ. സോ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഡെറിവേഷൻ എന്താണെന്ന് നമ്മൾ പഠിച്ചിരുന്നു അല്ലേ. സോ അതിൽ രണ്ട് രീതിയിൽ ഡിറൈവ് ചെയ്യാമെന്ന് നമ്മൾ പഠിച്ചു. അതായത് എന്താണ്, ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ പഠിച്ചു, റൈറ്റ് മോസ്റ്റ് ഡെറിവേഷൻ നമ്മൾ പഠിച്ചു. ഓക്കെ, അതായത് ഡെറിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരു സെറ്റ് ഓഫ് പ്രൊഡക്ഷൻ റൂൾ നമുക്ക് തന്നു കഴിഞ്ഞാൽ ആ പ്രൊഡക്ഷൻ റൂളിൽ നിന്ന് എങ്ങനെ ഒരു സ്ട്രിങ്ങിനെ നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാം അല്ലേ, അതാണ് ഡെറിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഡെറിവേഷൻ ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡെറിവേഷന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ് ഈ ഡെറിവേഷൻ ട്രീ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ഡെറിവേഷൻ ട്രീയെ തന്നെ നമ്മൾ പാഴ്സ് ട്രീ എന്നും പറയും. സോ രണ്ടും സെയിം ആണ്. ഡെറിവേഷൻ ട്രീ എന്ന് പറഞ്ഞാലും പാഴ്സ് ട്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്താണ്, രണ്ടും സെയിം ആണ്. ഓക്കെ, അപ്പം ഈ ഡെറിവേഷൻ ട്രീയിലെ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഓക്കെ, അതായത് പാഴ്സ് ട്രീക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പം നമ്മൾ ഈ പാഴ്സ് ട്രീ വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഈ റൂട്ട് നോഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, നമ്മുടെ സ്റ്റാർട്ട് സിമ്പിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ സ്റ്റാർട്ട് സിമ്പിൾ ആയിരിക്കും നമ്മൾ റൂട്ട് നോഡായിട്ട് കൊടുക്കുന്നത്. ദെൻ എന്താണ് നമ്മൾ ഡെറിവേഷൻ ചെയ്യുന്നത്, അതായത് ഈ ഡെറിവേഷൻ എന്ന് പറയുന്നത് റീഡ് ചെയ്യുന്നത് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ് ആയിരിക്കും. അപ്പോൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, നോർമലി ഡിറൈവ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ലീഫ് നോഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, എപ്പോഴും ടെർമിനൽ നോഡ്സ് ആയിരിക്കും. ടെർമിനൽ നോഡുകളായിരിക്കും ലീഫ് നോഡ് എന്ന് പറയുന്നത്. ഇന്റീരിയർ നോഡുകളൊക്കെ നോൺ ടെർമിനൽ നോഡുകളായിരിക്കും. നമുക്കറിയാം നോൺ ടെർമിനൽ നോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ടെർമിനൽ നോഡുകൾ അല്ലെങ്കിൽ ലീഫ് നോഡുകൾ എന്ന് പറയുന്നത് എന്താ, ടെർമിനൽ നോഡ്സ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. അങ്ങനെ ടെർമിനൽ നോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, സ്മോൾ ലെറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ടെർമിനൽ നോഡുകളെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഒരു പാർട്സ് ട്രീ അല്ലെങ്കിൽ ഡെറിവേഷൻ ട്രീ വരയ്ക്കുന്നതിന്റെ കുറച്ച് റൂളുകൾ. ഓക്കെ, പ്രോപ്പർട്ടീസ്. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം, ഇതെങ്ങനെ ഒരു ഡെറിവേഷൻ ട്രീ നമ്മൾ വരയ്ക്കും. നമ്മൾ രണ്ട് രീതിയിലുള്ള ഡെറിവേഷൻ നേരത്തെ കണ്ടിരുന്നു, ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷനും റൈറ്റ് മോസ്റ്റ് ഡെറിവേഷനും. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ഡെറിവേഷൻ ട്രീ എങ്ങനെ വരയ്ക്കാവുന്നതാണ്. ഓക്കെ, ഇതൊരു എക്സാമ്പിൾ ആണ്, ഫസ്റ്റ് എക്സാമ്പിൾ ആണ് നോക്കാം. ഈ എക്സാമ്പിളിൽ നമുക്ക് പ്രൊഡക്ഷൻ റൂളുകൾ തന്നിട്ടുണ്ട്. ഇ ടെൻസ് ടു ഇ പ്ലസ് ഇ, ഇ ടെൻസ് ടു ഇ ഇൻറ്റു ഇ ആൻഡ് ഇ ടെൻസ് ടു എ ഓർ ബി ഓർ സി. അതായത് ഇ ടെൻസ് ടു എ, ഇ ടെൻസ് ടു ബി, ഇ ടെൻസ് ടു സി. ഓക്കെ, അതുകൊണ്ട് അങ്ങനെ ആയതുകൊണ്ട് നമ്മൾ ഓർ ഇട്ടിട്ട് ഇങ്ങനെ എഴുതിയേക്കുന്നേ ഉള്ളൂ. ഓക്കെ, ഒറ്റ ലൈനിൽ എഴുതാൻ വേണ്ടിയിട്ടാണ്, എളുപ്പത്തിനാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ദെൻ നമ്മുടെ ഇൻപുട്ട് സ്ട്രിംഗ് എന്ന് പറയുന്നത് എ സ്റ്റാർ ബി പ്ലസ് സി. ഓക്കെ, ഇപ്പൊ ഈ ഇൻപുട്ട് സ്ട്രിങ്ങിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ പ്രൊഡക്ഷൻ റൂള് യൂസ് ചെയ്തിട്ട് നമ്മൾ ഡിറൈവ് ചെയ്തെടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ അതിന്റെ ഡെറിവേഷൻ ട്രീ ആണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. എങ്ങനെ നമുക്ക് ഡെറിവേഷൻ ട്രീ യൂസ് ചെയ്തിട്ട് നമ്മൾ ഡിറൈവ് ചെയ്യാം. നമ്മൾ ഓൾറെഡി ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷനും റൈറ്റ് മോസ്റ്റ് ഡെറിവേഷനും നമ്മൾ പഠിച്ചു അല്ലെ, എങ്ങനെ ഡിറൈവ് ചെയ്യാന്നുള്ളത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട്. പക്ഷെ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് ട്രീ രീതിയിൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നു. ഒരു ട്രീ ഫോമിൽ നമ്മൾ പിക്ചോറിയൽ ആയിട്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സോ നമുക്കിവിടെ നോക്കാം, നമ്മുടെ സ്റ്റാർട്ട് സിമ്പിൾ എന്ന് പറയുന്നത് എന്താണ്, ഇ ആണ്. ഇ ആണ് ഇവിടുത്തെ സ്റ്റാർട്ട് സിമ്പിൾ എന്ന് പറയുന്നത്. സോ നമ്മൾ സ്റ്റാർട്ട് സിമ്പിൾ, അപ്പം നമ്മുടെ റൂട്ട് നോഡ് എന്ന് പറയുന്നത് എപ്പോഴും സ്റ്റാർട്ട് സിമ്പിൾ ആണെന്ന് പറഞ്ഞിരുന്നു അല്ലെ. സോ സ്റ്റാർട്ട് സിമ്പിളിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നമ്മുടെ ഇ ആണ് നമ്മുടെ സ്റ്റാർട്ട് സിമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇ ആണ് സ്റ്റാർട്ട് സിമ്പിൾ. സോ ഇ ടെൻസ് ടു ഇ പ്ലസ് ഇ. സോ ആദ്യത്തെ ഈ പ്രൊഡക്ഷൻ റൂൾ നമുക്ക് കൺസിഡർ ചെയ്യാം. ഇ ടെൻസ് ടു ഇ പ്ലസ് ഇ എന്നുള്ളത് പ്രൊഡക്ഷൻ റൂൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. സോ ഇ ടെൻസ് ടു ഇ പ്ലസ് ഇ. അപ്പൊ നമ്മൾ അതിനെ എങ്ങനെ ട്രീ ആയിട്ട് വരയ്ക്കും, ഇ ടെൻസ് ടു ഇ പ്ലസ് ഇ. സോ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം, ഇ ടെൻസ് ടു ഇ പ്ലസ് ഇ. ഇ ആണ് നമ്മുടെ എന്ത്, ഈ ലെഫ്റ്റിൽ കിടക്കുന്ന ഇ ആണ് ഈ റൂട്ടിനോട്. പിന്നെ ഇ പ്ലസ് ഇ എന്നുള്ളത് നമുക്ക് ഇങ്ങനെ 3 ലീഫായിട്ട് നമുക്ക് വരയ്ക്കാം. ഓക്കെ, ദെൻ നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രിങ്ങിലേക്ക് എപ്പോഴും നമുക്കൊരു നോട്ടം വേണം. കാരണം നമ്മുടെ സ്ട്രിങ് എങ്ങനെയാണ് കിടക്കുന്നത്, എ സ്റ്റാർ ബി പ്ലസ് സി എന്നാണ് നമ്മുടെ സ്ട്രിങ് കിടക്കുന്നത്. ഇനി നമ്മൾ ലെഫ്റ്റ് മോസ്റ്റ് ഡെറിവേഷൻ ആണ് ഇവിടെ ചെയ്യുന്നത്. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് നമ്മൾ ഡിറൈവ് ചെയ്യുന്നത്, ട്രീ വരയ്ക്കുന്നത് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ലെഫ്റ്റിൽ കിടക്കുന്ന നോൺ ടെർമിനലുകളെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, അതിനെ നമ്മൾ റിമൂവ് ചെയ്ത് അതായത് അതിനെ ടെർമിനൽ വെച്ചിട്ട് നമ്മൾ മാറ്റാൻ പറ്റുമോ എന്ന് നോക്കുക അല്ലെ. അതിനെ നമ്മൾ ഡിറൈവ് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി ഈ എങ്ങനെ നമുക്ക് മാറ്റിയാൽ നമുക്ക് എ സ്റ്റാർ ബി എന്നുള്ള ഫോം കിട്ടുമെന്ന് നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇവിടെ ഇ ടെൻസ് ടു ഇ ഇൻറ്റു ഇ ഉണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ ഇയെ നമുക്ക് ഇ ഇൻറ്റു ഇ എന്നുള്ള ഇത് വെച്ചിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാം അല്ലെ. അതിനെ നമുക്ക് അങ്ങനെ ഡിറൈവ് ചെയ്തെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എ സ്റ്റാർ ബി എന്ന് ഡിറൈവ് ചെയ്യാൻ എളുപ്പമായിരിക്കും. കാരണം ഈ സ്റ്റാർ സിമ്പിൾ വരുന്ന പ്രൊഡക്ഷൻ ഇതാണ് അല്ലെ, ഈ രണ്ടാമത്തെ പ്രൊഡക്ഷനിലാണ് സ്റ്റാർ സിമ്പിൾ വരുന്നത്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഇയെ നമ്മൾ എന്ത് ചെയ്യാം, ഇ ടെൻസ് ടു അല്ലെങ്കിൽ ഇ ടെൻസ് ടു ഇ സ്റ്റാർ വെച്ചിട്ട് നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം, നമുക്ക് ട്രീ വരയ്ക്കാം. ദാറ്റ് ഈസ് ഇ സ്റ്റാർ ഇ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനെ നമ്മൾ എന്ത് ചെയ്തു, ഈ സ്റ്റാർ എന്ന് വരച്ചു. ഓക്കെ, അപ്പൊ ഈ ഒരു ഫോമാറ്റ് ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ ഇയെ നമുക്ക് റീപ്ലേസ് ചെയ്യാം. അതായത് എ വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റും. കാരണം ഇ ടെൻസ് ടു എ ഓർ ബി ഓർ സി എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇയെ എന്ത് ചെയ്യാം, എ വെച്ചിട്ട് നമുക്ക് റീപ്ലേസ് ചെയ്യാം അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇയെ നമ്മൾ എ വെച്ച് റീപ്ലേസ് ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈ ഇയെ നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാം, അതിനെ ബി വെച്ച് റീപ്ലേസ് ചെയ്യാം. കാരണം നമ്മൾ ഈ സ്ട്രിങ് ആണ് ഇതിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത്. എങ്ങനെ നമുക്ക് ഈ ഒരു സ്ട്രിങ്ങിനെ ഈ ഫോമിലേക്ക് ഇതിൽ നിന്ന് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെ മാറ്റി എടുക്കാവുന്നതാണ് നമ്മൾ
ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പം എ സ്റ്റാർ വരെ നമുക്ക് കിട്ടി, എ സ്റ്റാർ. ഇനി എ സ്റ്റാർ ബി ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇയെ നമുക്ക് ബി ആയിട്ട് മാറ്റാമെന്ന് ഇവിടെ പ്രൊഡക്ഷൻ റൂളിൽ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ ഇയെ നമുക്ക് എന്ത് ചെയ്യാം, ബി ആയിട്ട് മാറ്റാം. സോ എ സ്റ്റാർ ബി വരെ നമുക്ക് കിട്ടി അല്ലെ. അപ്പം എ സ്റ്റാർ ബി പ്ലസ് വരെ ആയിപ്പോ, അതായത് എ സ്റ്റാർ ബി പ്ലസ് വരെ, എ സ്റ്റാർ ബി പ്ലസ് വരെ ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ എ സിമ്പിൾ ആയിട്ട് സി വെച്ച് മാറ്റി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മുടെ ഈ ഒരു ഇൻപുട്ട് സ്ട്രിങ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ എ ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിനെ നമുക്ക് സി ആയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലെ. അതായത് അതിനെ നമ്മൾ സി ആയിട്ട് മാറ്റി. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മൾ ഡെറിവേഷൻ ട്രീ വരച്ചത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എങ്ങനെയാണ് ഡെറിവേഷൻ ട്രീ വരയ്ക്കുന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഈ കാണിച്ചത്. ഓക്കെ, ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ, ഡ്രോ എ ഡെറിവേഷൻ ട്രീ ഫോർ എ സ്ട്രിങ് ബി ബി എ ബി ബി. ഓക്കെ, ഈ സ്ട്രിങ് ആണ് നമുക്ക് ഡിറൈവ് ചെയ്യേണ്ടത്. നമുക്ക് തന്നിരിക്കുന്ന എന്ത് കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ എന്ന് പറയുന്നത് എന്താണ്, എസ് ടെൻസ് ടു ബി എസ് ബി, എസ് ടെൻസ് ടു എ, എസ് ടെൻസ് ടു ബി. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന കോണ്ടെക്സ്റ്റ് ഫ്രീ ഗ്രാമർ എന്ന് പറയുന്നത്. സോ പ്രൊഡക്ഷൻ റൂള്, ഇതാണ് പ്രൊഡക്ഷൻ റൂള്. സോ ഈ പ്രൊഡക്ഷൻ റൂൾ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു സ്ട്രിങ്ങിനെ നമ്മൾ ഡിറൈവ് ചെയ്യുന്നു. അതായത് ഇതിന്റെ ഡെറിവേഷൻ ട്രീ ആണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, സ്വാഭാവികമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് സിമ്പിളിൽ നിന്നാണ്. സോ എസ് ആണ് ഇവിടുത്തെ സ്റ്റാർട്ട് സിമ്പിൾ. സോ നമ്മൾ എസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇനി എസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, എസിൽ നിന്ന് ഇനി നമ്മുടെ സ്ട്രിങ് നോക്കുക, ബി ബി എ ബി ബി എന്നാണ് അല്ലെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഇതുപോലെ ഒരു സ്ട്രിങ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്താണ്, എസിനെ നമുക്ക് ബി എസ് ബി എന്ന് പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാം, റീപ്ലേസ് ചെയ്യാം അല്ലെ. എസിനെ എ ആക്കി മാറ്റി കഴിഞ്ഞാൽ അവിടെ വെച്ച് അത് തീർന്നു, പിന്നെ ഫർദർ നമുക്ക് ട്രീ ഒന്നും വരയ്ക്കാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, എസിനെ ബി എസ് ബി എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു, റീപ്ലേസ് ചെയ്യുന്നു. അതായത് എസിൽ നിന്ന് ബി എസ് ബി, ദെൻ ബി എസ് ബി. ഓക്കെ, ഇങ്ങനെയാക്കി. അപ്പം ബി എസ് ബി, അപ്പൊ നമുക്കൊരു ബി കിട്ടിയിട്ടുണ്ട്. അതായത് നമ്മുടെ സ്റ്റാർട്ടിലെ സ്ട്രിങ്ങിന്റെ സ്റ്റാർട്ടിങ് എന്താ, ബി ആണ്. ആ ബി നമുക്ക് ഇവിടെ കിട്ടി. ഇനി നമുക്ക് കിട്ടാനുള്ളത് എന്താ, ഈ ബി എ ബി ബി ആണ് കിട്ടാനുള്ളത് അല്ലെ. അത് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ എസിനെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് റീപ്ലേസ് ചെയ്യാം. അതെ, ഈ എസിനെ നമുക്ക് വീണ്ടും റീപ്ലേസ് ചെയ്യാം, ബി എസ് ബി തന്നെ കൊടുത്ത് നമുക്ക് റീപ്ലേസ് ചെയ്യാം അല്ലെ. അങ്ങനെയാണെങ്കിൽ ബി എസ് ബി നമ്മൾ റീപ്ലേസ് ചെയ്തു. അപ്പൊ നമുക്ക് നമ്മുടെ സ്ട്രിങ് എവിടെ വരെ കിട്ടി, ബി ബി വരെ വന്നു. ആദ്യത്തെ ബി ബി വരെ കിട്ടി. ഇനി നമുക്ക് എ ബി ബി ആണ് ബാക്കി കിട്ടേണ്ടത്. അത് നമ്മൾ എങ്ങനെ ചെയ്യും, ഈ എസിനെ എങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റും, ഈ എസിനെ നമുക്ക് ഡയറക്റ്റ് എ ആക്കി മാറ്റിയാൽ, അതായത് എസ് ടെൻസ് ടു എ എന്ന പ്രൊഡക്ഷൻ റൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ എസിനെ എ ആക്കി മാറ്റിയാൽ ബി ബി എ ബി ബി കറക്റ്റ് ആയിട്ട് കിട്ടിയില്ലേ. സോ ഈ എസിനെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ എന്ത് ചെയ്തു, എ ആക്കി കൺവേർട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ ഇത് നോക്കിയാൽ നമുക്ക് എന്താ, ബി ബി എ ബി ബി കണ്ടോ, ഇത് തന്നെയാണ് നമ്മുടെ സ്ട്രിങ് എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ഇങ്ങനെയാണ് ട്രീ വരച്ച് നമ്മൾ എന്ത് ചെയ്തത്, ഡെറിവേഷൻ ട്രീ വരച്ച് നമ്മൾ ഈ സ്ട്രിങ്ങിനെ ജനറേറ്റ് ചെയ്തത്. ഓക്കെ, നെക്സ്റ്റ് ഒരു എക്സാമ്പിളൂടെ നമുക്ക് നോക്കാം. സോ ഇതാണ് നമ്മുടെ സ്ട്രിങ് എന്ന് പറയുന്നത്, എ എ ബി ബി എ ബി ബി എ. സോ ഈ സ്ട്രിങ്ങിനെ നമ്മൾ എന്ത് ചെയ്യണു, ഈ തന്നിരിക്കുന്ന പ്രൊഡക്ഷൻ റൂൾ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ സ്ട്രിങ്ങിന്റെ ഡെറിവേഷൻ ട്രീ ആണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സ്റ്റാർട്ട് സിമ്പിളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ സ്റ്റാർട്ട് സിമ്പിൾ എസ് ആണ്. സോ എസിൽ നിന്ന് നമ്മൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു, എസ്. ഇനി എന്ത് ചെയ്യാം, എസിൽ നിന്ന് നമുക്ക് ബി എ ചെയ്ത് കഴിഞ്ഞാൽ ശരിയാകില്ല. കാരണം എന്താണ്, എസ് ടെൻസ് ടു ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ ബി ആണ് ആദ്യം വരുന്നത് അല്ലെ. അപ്പം ബി നമുക്ക് തന്നിരിക്കുന്ന സ്ട്രിങ്ങിൽ എ ആണ് ആദ്യം കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആദ്യം വരുന്ന പ്രൊഡക്ഷൻ ഏതാ, എസ് ടെൻസ് ടു എ ബി ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എസിനെ എ ബി വെച്ചിട്ട് എന്ത് ചെയ്യാം, നമുക്ക് റീപ്ലേസ് ചെയ്യാം, എ ബി. ഓക്കെ, അപ്പം എസിനെ നമ്മൾ എ ബി ആക്കി. ഓക്കെ, ദെൻ ഇനി എന്താ ചെയ്യുക, ഇനി നമുക്ക് അപ്പൊ ഈ ഇവിടെ നോക്കുക, ഇവിടെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ക്യാപിറ്റൽ ലെറ്റേഴ്സിനെ മാത്രമേ നമുക്ക് റീപ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ, സ്മോൾ ലെറ്റേഴ്സിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അത് സ്മോൾ ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ടെർമിനൽ സിമ്പിൾസാ. ഓക്കെ, അതിനെ നമുക്ക് ഫർദർ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ വരുന്ന ക്യാപിറ്റൽ സിമ്പിൾസിനെ മാത്രമേ റീപ്ലേസ് ചെയ്ത് ഇങ്ങനെ മാറ്റാൻ പറ്റുള്ളൂ. സോ നെക്സ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ബി എ എങ്ങനെ മാറ്റാമെന്നുള്ളതാണ് അല്ലെ. ബി എ നമ്മൾ മാറ്റുന്നത് എങ്ങനെയാണ്, ബി എ നമുക്ക് എന്തെടുത്ത് മാറ്റിയാൽ അടുത്ത ഒരു എയും കൂടെ കിട്ടും, അത് നമ്മൾ നോക്കണം. അടുത്ത എ കിട്ടണമെങ്കിൽ നമ്മൾ ബി ടെൻസ് ടു എ ബി ബി എന്നുള്ള ഈ ഒരു പ്രൊഡക്ഷൻ എടുക്കണം. ബി ടെൻസ് ടു എ ബി ബി ഇതെടുത്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, അടുത്ത ഒരു എ കിട്ടുള്ളൂ അല്ലെ. ഫസ്റ്റ് എ നമുക്ക് കിട്ടി, അടുത്ത എ കിട്ടണമെങ്കിൽ അത് എടുക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ബി എ നമ്മൾ എ സ്മോൾ എ ക്യാപിറ്റൽ ബി ബി വെച്ചിട്ട് നമ്മൾ ഈ ബി എ എന്ത് ചെയ്തു, നമ്മൾ റീപ്ലേസ് ചെയ്യാൻ പോവാണ്. സോ ഇതിനെ നമുക്ക് എ ബി ബി. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രൊഡക്ഷൻ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതിനെ ഡീറൈവ്, അപ്പൊ നമുക്ക് 2 എ നമുക്ക് കിട്ടി. സോ നമ്മുടെ സ്ട്രിങ്ങിലെ 2 എ കിട്ടി. പിന്നെ നെക്സ്റ്റ് നോക്കുന്നത് എന്താണ്, നെക്സ്റ്റ് ഇനി ബി ബി എ ബി ബാക്കി അങ്ങോട്ട് വേണം, ബിയും ബിയും വേണം അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഇനി ഇവിടെ നിന്ന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈ ബി എ നമുക്ക് എങ്ങനെ റീപ്ലേസ് ചെയ്യാവുന്നതാണ് അല്ലെ. ഈ ബി, കാരണം ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് എപ്പോഴും നമ്മൾ ഡിറൈവ് ചെയ്ത് പോകുന്നത്. ഓക്കെ, അപ്പൊ ലെഫ്റ്റിലെയാണ് നമ്മൾ ആദ്യം മാറ്റുന്നത്. സോ നമ്മൾ ആ ബി എ എങ്ങനെ മാറ്റും, ആ ബി എ നമുക്ക് എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും, ആ ബി എ നമുക്ക് ഈ ബി എസ് വെച്ചിട്ട് മാറ്റാം.
ഓക്കെ, കാരണം ഈ ബി എ നമ്മൾ ബി ആയിട്ട് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒറ്റയ്ക്കുള്ള ബി ആയിട്ട് മാറ്റുന്നതിൽ നല്ലത് ബി എസ് വെച്ച് മാറ്റുന്നതാണ്. അപ്പൊ നമുക്കൊരു ഒരു ഊഹം വേണം ഇത് എങ്ങനെ മാറ്റിയെടുക്കാൻ പറ്റും, ഫർദർ ആയിട്ട് മൂവ് ചെയ്യിക്കാൻ പറ്റണം. ഓക്കെ, കാരണം ഇത് ഫുള്ള് കിട്ടുന്ന രീതിയിൽ. സോ ഈ ബി എ ഞാൻ ബി എസ് വെച്ചിട്ടാണ് മാറ്റുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ആ ബി എ ഞാൻ ബി എസ് വെച്ചിട്ട് മാറ്റി, ബി എസ് വെച്ച് ഈ ഒരു പ്രൊഡക്ഷനാണ് എടുത്തത്. അപ്പം എ ബി വരെ എനിക്ക് കിട്ടി, എ ബി വരെ കിട്ടി. ഇനി എനിക്ക് ബി എ ബി ബി എ ആണ് വേണ്ടത് അല്ലെ, ബി എ ബി ബി എ ആണ് ബാക്കി കിട്ടേണ്ടത്. അപ്പൊ എ ബി വരെ കിട്ടി. ഇനി എനിക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ, ഈ എസിനെ. ഓക്കെ, അപ്പം ഈ എസിനെയാണ് ഞാൻ ഇനി മാറ്റാൻ പോകുന്നത്. ഓക്കെ, കാരണം ഇത് ലെഫ്റ്റിൽ കിടക്കുന്നതാണ്, റൈറ്റിലാണ് ഈ ബി കിടക്കുന്നത്. അപ്പൊ ഈ ലെഫ്റ്റിലെ ഫുള്ള് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ റൈറ്റോട്ട് മൂവ് ചെയ്യുള്ളൂ. സോ ഈ എസിനെയാണ് ഞാൻ മാറ്റാൻ പോകുന്നത്. ഈ എസിനെ എങ്ങനെ മാറ്റാൻ പറ്റും, ഈ എസ് ടെൻസ് ടു ഒരു ബിയും കൂടെ എനിക്ക് കിട്ടണമെങ്കിൽ എസ് ടെൻസ് ടു എങ്ങനെ ആക്കണം, എസ് ടെൻസ് ടു ബി എ കൊടുക്കണം അല്ലെ. അപ്പം ഈ ഒരു പ്രൊഡക്ഷൻ റൂളാണ് ഞാൻ എടുക്കുന്നത്. എസ് ടെൻസ് ടു ബി എ എന്നുള്ള പ്രൊഡക്ഷൻ റൂളാണ് ഞാൻ ഈ എസിനെ മാറ്റാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ എസ് ടെൻസ് ടു ബി എ. ഓക്കെ, അപ്പൊ എനിക്ക് എന്ത് കിട്ടി, എ ബി ബി വരെ കിട്ടി, എ ബി ബി വരെ കിട്ടി. ഇനി എനിക്ക് കിട്ടാനുള്ളത് എ ബി ബി എ ആണ് കിട്ടാൻ അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈ എ ഞാൻ എങ്ങനെ മാറ്റും, ഈ എ ക്യാപിറ്റൽ എ ഞാൻ എന്ത് വെച്ച് മാറ്റും എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ ഈ ക്യാപിറ്റൽ എ എനിക്ക് എങ്ങനെ മാറ്റാൻ പറ്റും, ഈ സ്മോൾ എ വെച്ചിട്ട് മാറ്റാൻ പറ്റും. ഓക്കെ, അങ്ങനെ നോക്കിയാൽ ക്യാപിറ്റൽ എ ഞാൻ സ്മോൾ എ വെച്ച് മാറ്റി. അപ്പൊ എന്ത് കിട്ടി, എ ബി ബി എ വരെ കിട്ടി, എ ബി ബി എ വരെ കിട്ടി അല്ലെ. ഇനി എനിക്ക് കിട്ടാനുള്ള ഏതാണ്, ബി ബി എ ആണ് ഇനി ഡിറൈവ് ചെയ്തെടുക്കാനുള്ളത്. ബാക്കി മിച്ചമുള്ളത് ബി ബി എ ആണ്. സോ ഞാൻ നേരെ ഇപ്പുറത്ത് വന്നു, ഈ ബിയിൽ വന്നു. ഓക്കെ, അപ്പൊ ഈ ബി എ നമ്മൾ ഡിറൈവ് ചെയ്തിട്ടില്ല. ഓക്കെ, അപ്പൊ ഇതിനെ നമ്മൾ ബാക്കി ഡിറൈവ് ചെയ്തെടുക്കാൻ പോവാണ്. സോ ബി ബി എ ആണ് കിട്ടേണ്ടത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ ബി എ ഏത് പ്രൊഡക്ഷൻ റൂൾ വെച്ചിട്ട് മാറ്റണം, ബി ബി എ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു ബി എ ഞാൻ ബി എസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇത് വെച്ചിട്ടാണ് മാറ്റാൻ പോകുന്നത്. സോ ഈ ബി ടെൻസ് ടു ബി എസ് എന്നുള്ള പ്രൊഡക്ഷൻ റൂൾ ആണ് ഞാൻ എടുക്കാൻ പോകുന്നത്. സോ അങ്ങനെയാണെങ്കിൽ ഞാൻ ബി എസ്. ഓക്കെ, അപ്പൊ ആ ബി എ ഞാൻ ബി എസ് വെച്ചിട്ട് മാറ്റി. ഓക്കെ, അപ്പൊ എനിക്ക് എന്ത് കിട്ടി, എ ബി ബി എ ബി വരെ കിട്ടി, എ ബി ബി എ ബി വരെ കിട്ടി. ഇനി എനിക്ക് കിട്ടാനുള്ളത് ഈ ബി എ ആണ് അല്ലെ, സ്മോൾ ബി സ്മോൾ എ ആണ് എനിക്ക് സ്ട്രിങ്ങിലെ ബാക്കി കിട്ടാനുള്ളത്. സോ ഈ എസിനെ എനിക്ക് അങ്ങനെ ആക്കി മാറ്റാൻ പറ്റുമോ എന്ന് നോക്കുക. എസിനെ അങ്ങനെ ആക്കി മാറ്റണമെങ്കിൽ എസ് ടെൻസ് ടു എന്തെടുക്കുക, എസ് ടെൻസ് ടു ബി എ എടുക്കുക അല്ലെ. നെക്സ്റ്റ് എനിക്ക് വരേണ്ടത് ഒരു ബി എ ആണ്. സോ അവിടെ ആദ്യം ബി ആണ് വരേണ്ടത്. സോ എസ് ടെൻസ് ടു ബി എ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ചെയ്യാൻ പറ്റും അല്ലെ. അപ്പൊ ഈ എസിനെ ഞാൻ എന്ത് ചെയ്തു, എസ് ടെൻസ് ടു ബി എ എന്നുള്ള പ്രൊഡക്ഷൻ റൂളാണ് ഞാൻ നെക്സ്റ്റ് എടുത്തത്. അപ്പം ബി എ കിട്ടി. സോ ലാസ്റ്റ് അപ്പം ബി വരെ കിട്ടി അല്ലെ. ഇനി എനിക്ക് ലാസ്റ്റ് എ മാത്രം കിട്ടിയാൽ മതി. അപ്പൊ ഈ എ കിട്ടണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, ഈ എ എന്ത് വെച്ച് മാറ്റണം, ഈ എ വെച്ചിട്ട് മാറ്റാം. കാരണം എ ടെൻസ് ടു സ്മോൾ എന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ക്യാപിറ്റൽ എ ഞാൻ സ്മോൾ എ വെച്ച് റീപ്ലേസ് ചെയ്തു. സോ ഇനി ഇത് നോക്കുക, എ ബി ബി എ ബി ബി എ. ഓക്കെ, അപ്പം ഇത് തന്നെയാണ് നമ്മുടെ സ്ട്രിങ് എന്ന് പറയുന്നത്. സോ ഇങ്ങനെയാണ് നമ്മൾ ഡിറൈവ് ചെയ്തെടുത്തത്. സോ ഇതാണ് നമ്മുടെ ഡെറിവേഷൻ ട്രീ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു ട്രീ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു സ്ട്രിങ്ങിനെ ഡിറൈവ് ചെയ്തിട്ട് കാണിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഡെറിവേഷൻ ട്രീ എന്ന് പറഞ്ഞിട്ടുള്ള കൺസെപ്റ്റ്. താങ്ക് യു. ബാക്കി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കും.